Welcome to Technical Education Series program on electronic devices and circuits. In the 10th session of this program, we are discussing on part 4 of module 2, power amplifiers. Today, we will cover the topics single-ended power amplifiers, collector efficiency, double-ended power amplifiers, class B push-pull power amplifiers, complementary symmetry push-pull power amplifiers, heat sinks, and power rating of transistors. Single-ended power amplifiers. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളിൽ ഒരു ടെർമിനൽ സ്ഥിരമായി ഗ്രൗണ്ട് ചെയ്ത രീതിയിൽ ഒരു ട്രാൻസിസ്റ്റർ മാത്രമോ ഒന്നിൽ കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ സമാന്തരമായോ ഘടിപ്പിച്ച് സജ്ജമാക്കിയ പവർ ആംപ്ലിഫയർ സർക്യൂട്ടിനെയാണ് സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ടിന് പ്രത്യേകമായി ഒരു ടെർമിനൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സിംഗിൾ എൻഡഡ് മീൻസ് output is obtained with respect to one end permanently grounded. In such situation, either one or several transistors are connected in parallel to drive the load. ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിച്ചുള്ള സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ക്ലാസ് എ മോഡിലാണ് സാധാരണ സിംഗിൾ എൻഡഡ് ആംപ്ലിഫയറുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇതിനായി ഓപ്പറേറ്റിംഗ് പോയിന്റ് AC ലോഡ് ലൈനിന് മധ്യഭാഗത്ത് വരത്തക്ക വിധത്തിലാണ് ട്രാൻസിസ്റ്ററിന് ബയാസിംഗ് നൽകിയിരിക്കുന്നത്. ലൗഡ് സ്പീക്കറാണ് ഈ സർക്യൂട്ടിൽ ലോഡായി ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ലോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ മുഖേനയാണ്. ഈ ട്രാൻസ്ഫോമറിനെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. സർക്യൂട്ടിൽ Cin എന്നത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, R1, R2, RE എന്നിവ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. CE എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നിങ്ങനെയാണ്. ഇൻപുട്ടിൽ സിഗ്നൽ നൽകുമ്പോൾ ബേസ് കറണ്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസൃതമായി കളക്ടർ കറണ്ടിലും വ്യതിയാനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഈ സമയം ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ പ്രേരിതമാകുന്ന AC വോൾട്ടേജ് ഇൻഡക്ഷൻ വഴി സെക്കൻഡറിയിലേക്ക് മാറുകയും ലോഡിന് കുറുകെ ലഭ്യമാവുകയും ചെയ്യും. സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയേഴ്സ് ആർ യൂഷ്വലി ഓപ്പറേറ്റിംഗ് ഇൻ ക്ലാസ് A mode. For this purpose, the operating point is set in the middle of the load line. In circuit, Cin is the input coupling capacitor. R1, R2 and RE form a potential divider bias, and the CE is the emitter bypass capacitor. Here a step down transformer, that is output transformer, is used to couple the output signal to the loudspeaker. The input signal varies the base current and produce corresponding variations in the collector current. While this varying collector current flows through the primary of output transformer, it induces voltage to the secondary. As the load is connected to the secondary of the output transformer and the primary to the device, the transformer between load and device provides impedance matching. Disadvantages of single-ended power amplifier. സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയറിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പുവർ എഫിഷ്യൻസി. ഇതിന് എഫിഷ്യൻസി കുറവായിരിക്കും. ലിമിറ്റഡ് പവർ ഔട്ട്പുട്ട്. സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയറിൽ നിന്ന് ലഭ്യമാകുന്ന ഔട്ട്പുട്ട് പവർ കുറവായിരിക്കും. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഈസ് യൂഷ്വലി ഹൈ. ഇവിടെ ഹാർമോണിക് ഡിസ്റ്റോർഷൻ കൂടുതലാണ്. Maximum output power is developed at a load resistance value which is different from the value for minimum harmonic distortion. ഈ സർക്യൂട്ടിൽ മാക്സിമം പവർ ഔട്ട്പുട്ട് ലഭ്യമാകുന്നത് ഏറ്റവും കുറഞ്ഞ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്ന സമയത്തല്ല എന്നത് ഒരു ന്യൂനതയാണ്. നെക്സ്റ്റ്, കളക്ടർ എഫിഷ്യൻസി. യഥാർത്ഥത്തിൽ പവർ ആംപ്ലിഫയർ DC പവറിനെ AC പവറാക്കി മാറ്റുന്ന
ഒരു കൺവെർട്ടറാണ്. ഇവിടെ DC സോഴ്സിൽ അതായത് VCCയിൽ നിന്നും ലഭ്യമാകുന്ന DC പവറിനെ നമുക്ക് ആവശ്യമായ രൂപത്തിലുള്ള AC പവറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നൽകുന്ന AC സിഗ്നൽ ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്ന AC പവറും DC സോഴ്സിൽ നിന്നും സ്വീകരിക്കുന്ന DC പവറും തമ്മിലുള്ള അനുപാതത്തെയാണ് കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. The ratio of AC power output to the DC power supplied by the DC source is called collector efficiency or efficiency of the power amplifier. That is, collector efficiency is equal to AC power output divided by DC power input, which is equal to PAC by PDC. ഇവിടെ PAC is equal to VCE into IC, PDC is equal to VCC into IC. ഇവിടെ VCE എന്ന് പറയുന്നത് is the RMS value of signal output voltage, which is equal to VCE peak to peak divided by 2√2. IC is the RMS value of the output signal current, that is equal to IC peak to peak divided by √2. ഇതിന്റെ അടിസ്ഥാനത്തിൽ PSC VCE into IC എന്നത് VCE into peak to peak divided by 2√2 into IC peak to peak divided by 2√2 എന്ന് എഴുതാവുന്നതാണ്. That is equal to VCE peak to peak into IC peak to peak divided by 8. ഇതിന്റെ അടിസ്ഥാനത്തിൽ എഫിഷ്യൻസി PAC by PDC എന്നത് VCE into peak to peak divided by IC into peak to peak divided by 8 into VCC IC എന്ന് ലഭിക്കുന്നതാണ്. ഡബിൾ എൻഡഡ് പവർ ആംപ്ലിഫയേഴ്സ്. രണ്ട് വ്യത്യസ്ത ട്രാൻസിസ്റ്റർ വഴി വിപരീത ദിശയിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് ലോഡ് വഴി ഒരേ ദിശയിൽ പ്രവഹിക്കത്തക്ക വിധത്തിൽ സജ്ജീകരിച്ച പവർ ആംപ്ലിഫയർ സർക്യൂട്ടിനെയാണ് ഡബിൾ എൻഡഡ് പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ സംവിധാനത്തെ പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് എന്നും പറയാവുന്നതാണ്. ഇവിടെ പവർ ഔട്ട്പുട്ടിന്റെ പകുതി വീതം ഓരോ ട്രാൻസിസ്റ്റർ വഴി ലഭ്യമാണ്. In this amplifier circuit, the current in the two loop flow in opposite direction inside the transistor, but add in the load. The double-ended power amplifier is often called push-pull amplifier. Here, two transistors share the total output power, and each transistor handles one half power. Double-ended power amplifiers രണ്ട് രൂപത്തിൽ സംവിധാനം ചെയ്യാവുന്നതാണ്. Double-ended push-pull amplifiers can be arranged in two different ways as one Class B push-pull amplifiers, two complementary symmetry push-pull amplifiers. ആദ്യമായി Class B push-pull amplifier. രണ്ട് NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു Class B push-pull amplifier സർക്യൂട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്ററുകളുടെയും ബേസിലേക്ക് ഇൻപുട്ട് സിഗ്നൽ നൽകുന്നതിന് സെക്കൻഡറിയിൽ സെന്റർ ടാപ്പുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമറിനെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. T1, T2 എന്നീ രണ്ട് ട്രാൻസിസ്റ്ററുകളുടെ ബേസിലേക്കും ഒരേ സമയം തുല്യ ആംപ്ലിറ്റ്യൂഡും വിപരീത ഫേസുമുള്ള സിഗ്നൽ നൽകുന്ന വിധത്തിലാണ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ലീഡുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സജ്ജീകരണം വഴി T1 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് പോസിറ്റീവ് ഗോയിങ് സിഗ്നൽ ലഭ്യമാകുമ്പോൾ T2 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് അതേ അളവിലുള്ള നെഗറ്റീവ് ഗോയിങ് സിഗ്നൽ ആണ് ലഭിക്കുന്നത്. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്ററുകളും ക്ലാസ് ബി മോഡിൽ പ്രവർത്തിക്കത്തക്ക വിധത്തിലാണ് ബയാസിംഗ് നൽകിയിരിക്കുന്നത്.
ഈ സർക്യൂട്ടിൽ പ്രൈമറിയിൽ സെൻട്രൽ ടാപ്പുള്ള ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് സർക്യൂട്ടും ലോഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമറിനെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലെ പ്രൈമറി ചുറ്റുകളുടെയും സെക്കൻഡറി ചുറ്റുകളുടെയും എണ്ണം ക്രമപ്പെടുത്തിയാണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസും ലോഡ് ഇംപെഡൻസും പരസ്പരം മാച്ചിങ് നടത്തിയിരിക്കുന്നത്. In this arrangement, we employ two transistors in class B operation. Here the input signal is applied through a center tap transformer called input transformer. So the signal at the base of two transistors T1 and T2 are appearing in equal amplitude and phase opposition. That is, when the signal on base of transistor T1 is positive, the signal on base of T2 is negative by an equal amount. A transformer called output transformer with center tapped primary is connected in the collector circuit. The load is connected across its secondary. The turns ratio of the transformer is chosen so that the load impedance is matched with the output impedance of the transistors. Operation of Class B push-pull amplifier. ഇവിടെ ഇൻപുട്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ഇൻപുട്ട് സിഗ്നൽ നൽകുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഭാഗത്തു നിന്നും വിപരീത ഫേസിലും തുല്യ ആംപ്ലിറ്റ്യൂഡിലുമുള്ള രണ്ട് സിഗ്നൽ വോൾട്ടേജുകൾ T1 ട്രാൻസിസ്റ്ററിന്റെയും T2 ട്രാൻസിസ്റ്ററിന്റെയും ബേസിലേക്ക് ലഭ്യമാകുന്നു. സെക്കൻഡറി സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് പോയിന്റ് എ പോസിറ്റീവും പോയിന്റ് ബി നെഗറ്റീവുമായിരിക്കും. ഈ സമയം T1 ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും T2 ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് അവസ്ഥയിലുമായിരിക്കും. അതിനാൽ ട്രാൻസിസ്റ്റർ T1 മാത്രം കണ്ടക്ട് ചെയ്യുകയും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ മുകൾ ഭാഗത്തെ ചുറ്റുകൾ വഴി കളക്ടർ കറന്റ് പ്രവഹിക്കുകയും ചെയ്യും. ഇതേ രൂപത്തിൽ സെക്കൻഡറി സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് പോയിന്റ് എ നെഗറ്റീവും പോയിന്റ് ബി പോസിറ്റീവുമായിരിക്കും. ഈ സമയം T1 ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് അവസ്ഥയിലും T2 ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് അവസ്ഥയിലുമായിരിക്കും. അതിനാൽ T2 ട്രാൻസിസ്റ്റർ മാത്രം കണ്ടക്ട് ചെയ്യുകയും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ താഴെ ഭാഗത്തുള്ള ചുറ്റുകൾ വഴി കളക്ടർ കറന്റ് പ്രവഹിക്കുകയും ചെയ്യും. ഇപ്രകാരം T1, T2 ട്രാൻസിസ്റ്ററുകൾ വഴി ആംപ്ലിഫൈ ചെയ്തു വരുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ രണ്ട് ഹാഫ് സൈക്കിളുകളും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ യോജിപ്പിച്ചെടുത്ത് അതിന്റെ സെക്കൻഡറിയിൽ സിഗ്നലിന്റെ ഒരു പൂർണ്ണ സൈക്കിൾ ലഭ്യമാക്കുന്നു. ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്ററുകളിൽ ഒന്ന് കണ്ടക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അതിനാൽ ഒരു ട്രാൻസിസ്റ്റർ കളക്ടർ കറന്റ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിലെ കളക്ടർ കറന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഈ കാരണത്താലാണ് ഈ സർക്യൂട്ടിനെ പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. When an AC signal is applied to the input, opposite phased signal voltages are appearing on the basis of transistor T1 and T2. During the positive half cycle of the signal, end A becomes positive and end B becomes negative. This will make transistor T1 forward biased and that of T2 reverse biased. Thus, only T1 will conduct and collector current pass through the upper winding of the output transformer. During negative half cycle of the input signal, T2 is forward biased whereas T1 is reverse biased. Therefore, T1 conducts and passes collector current through the lower half of the primary of output transformer. The center tapped primary of the output transformer combines the two halves of the
cycle and form a complete sine wave output in the secondary. In this circuit, when one transistor is being driven into more conduction, the other is driven into less conduction. Thus, it may say that when current in one transistor is pushed up, the current in the other transistor is pulled down, and hence the name push-pull amplifier is given to this arrangement. Advantages of Class B push-pull amplifier. Class B push-pull amplifier inde മേന്മകൾ: ഹൈ കളക്ടർ എഫിഷ്യൻസി, ക്ഷമത കൂടുതലാണ്. ഹൈ എ സി ഔട്ട്പുട്ട് പവർ, ലഭ്യമാവുന്ന എ സി ഔട്ട്പുട്ട് പവർ കൂടുതലാണ്. ഈവൻ ഹാർമോണിക്സ് ആർ ആബ്സെന്റ് ഇൻ ദി ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ ഈവൻ ഹാർമോണിക്സ് ഉണ്ടാവുന്നതല്ല. സിൻസ് കളക്ടർ കറന്റ് ഓഫ് ടു ട്രാൻസിസ്റ്റേഴ്സ് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ദി പ്രൈമറി, DC saturation of the core of the output transformer is eliminated. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്ററിന്റെയും കളക്ടർ കറന്റ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വഴി രണ്ട് വിപരീത ദിശയിൽ പ്രവഹിക്കുന്നത് കാരണം ട്രാൻസ്ഫോമറിൽ DC സാച്ചുറേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. The effect of ripple voltage of the power supply are balanced. പവർ സപ്ലൈയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിപ്പിൾ വോൾട്ടേജ് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. ഇനി ഇതിന്റെ വീഴ്ചകൾ, ഡിസ്അഡ്വാൻറ്റേജസ്: റിക്വയർസ് ടു ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ്. എല്ലാ അർത്ഥത്തിലും ഒരുപോലെയുള്ള രണ്ട് ട്രാൻസിസ്റ്ററുകൾ ആവശ്യമാണ്. ഡ്രൈവർ സ്റ്റേജ് ഈസ് റിക്വയർഡ് ടു ഫീഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്ററിന്റെയും ബേസിലേക്ക് വിപരീത ഫേസിലും അതേസമയം തുല്യ ആംപ്ലിറ്റ്യൂഡിലുമുള്ള രണ്ട് സിഗ്നലുകൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രൈവർ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കേണ്ടതാണ്. റിസൾട്ട്സ് ഇൻ അൺഈക്വൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് സിഗ്നൽ ഇഫ് ദി പാരാമീറ്റേഴ്സ് ഓഫ് ടു ട്രാൻസിസ്റ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്ററുകളിൽ ഉണ്ടാവുന്ന നേരിയ വ്യത്യാസം ഇൻപുട്ട് സിഗ്നലിന്റെ രണ്ട് ഹാഫ് സൈക്കിളുകൾക്കും തുല്യ ആംപ്ലിഫിക്കേഷൻ ലഭ്യമാകാതെ വരുന്നതാണ്. യൂസ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ബൾക്കി ആൻഡ് എക്സ്പെൻസീവ്. രണ്ട് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത് കാരണം സർക്യൂട്ട് വലുപ്പമേറിയതും ചിലവ് കൂടിയതുമാവും. കോംപ്ലിമെന്ററി സിമ്മട്രി പുഷ്-പുൾ ആംപ്ലിഫയർ. ചിത്രത്തിൽ കാണുന്നത് പോലെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാതെ സജ്ജമാക്കിയിരിക്കുന്ന ഒരു പുഷ്-പുൾ ആംപ്ലിഫയർ സർക്യൂട്ടാണ് കോംപ്ലിമെന്ററി സിമ്മട്രി പുഷ്-പുൾ ആംപ്ലിഫയർ. പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ പരിപൂരക ചേർച്ചയുള്ള NPN PNP ട്രാൻസിസ്റ്റർ ജോഡികൾ ഉപയോഗിച്ചാണ് സർക്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ രണ്ട് ട്രാൻസിസ്റ്ററുകൾക്കും ബയാസിംഗ് നൽകുന്നത് VCC1 VCC2 എന്നീ രണ്ട് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നാണ്. ഇവിടെ VCC1 കുറുകെ കണക്ട് ചെയ്തിരിക്കുന്ന R1 R2 എന്നീ റെസിസ്റ്ററുകൾ T1 ട്രാൻസിസ്റ്ററിനും VCC2 കുറുകെ കണക്ട് ചെയ്തിരിക്കുന്ന R3 R4 റെസിസ്റ്ററുകൾ T2 ട്രാൻസിസ്റ്ററിനും വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നൽകുന്നു. ക്ലാസ് ബി ഓപ്പറേഷൻ മോഡിലാണ് രണ്ട് ട്രാൻസിസ്റ്ററുകൾക്കും ബയാസിംഗ് നൽകിയിരിക്കുന്നത്. This is a push-pull amplifier circuit arranged without using transformers. It uses a pair of transistors having complementary symmetry with one NPN and other PNP. This circuit uses two power supplies VCC1 and VCC2 to suitably bias each transistors. Here R1 R2 act as voltage divider bias across VCC1 to forward bias the emitter base junction of PNP transistor T1. R3 and R4 act as voltage divider bias across VCC2 to forward bias the emitter base junction of NPN transistor. Here the bias is adjusted to operate the transistor in class B mode. ഇവിടെ ഇൻപുട്ടിൽ നൽകുന്ന സിഗ്നൽ ഒരേ സമയം തന്നെ രണ്ട് ട്രാൻസിസ്റ്ററുകളുടെയും
ബേസിലേക്ക് ലഭ്യമാകുന്നുണ്ട്. ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് T1 ട്രാൻസിസ്റ്റർ റിവേഴ്സ് ബയാസ് അവസ്ഥയിലും T2 ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയാസ് അവസ്ഥയിലുമായിരിക്കും. അതിനാൽ T2 ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതും സിഗ്നലിന്റെ പോസിറ്റീവ് ഭാഗത്തെ ആംപ്ലിഫൈ ചെയ്ത് ലോഡിലോട്ട് നൽകുന്നതുമാണ്. എന്നാൽ സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് T1 ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയാസിലും T2 ട്രാൻസിസ്റ്റർ റിവേഴ്സ് ബയാസിലുമായിരിക്കും. ഈ സമയം T1 ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്ത് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആംപ്ലിഫൈ ചെയ്ത് ലോഡിലോട്ട് നൽകുന്നു. When input signal is applied, it goes to the base of both the transistors. During the positive half cycle of the input signal, transistor T1, that is PNP, is reverse biased and does not conduct, while the transistor T2, that is NPN, is forward biased and conducts. As a result, one half cycle of the input signal is amplified and appears across the load. The other half cycle of the signal will appear across the load when transistor T1 conducts during negative half cycle of the input signal. Advantages of complementary symmetry push-pull amplifier. Complementary symmetry push-pull amplifier inde മേന്മകൾ: does not require transformers and hence saves weight and cost. സർക്യൂട്ടിൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാത്തത് കാരണം ഒതുക്കമുള്ളതും ചിലവ് കുറഞ്ഞതുമായിരിക്കും. ഡ്രൈവർ സ്റ്റേജ് ഇസ് നോട്ട് നെസസറി. ഇവിടെ ഡ്രൈവർ സ്റ്റേജ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹൈ എഫിഷ്യൻസി, ക്ഷമത കൂടുതലായിരിക്കും. ബെറ്റർ ഫ്രീക്വൻസി റെസ്പോൺസ് സിൻസ് ദർ ഈസ് നോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഇൻപുട്ട് ട്രാൻസ്ഫോമറും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും ഉപയോഗിക്കാത്തത് കാരണം ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് മെച്ചപ്പെട്ടതായിരിക്കും. അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. റിക്വയർസ് എ പെയർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് NPN ആൻഡ് PNP ഹാവിംഗ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ പാരാമീറ്ററുകളുള്ള NPN PNP ട്രാൻസിസ്റ്റർ ജോഡികൾ ആവശ്യമാണ്. 2 VCCs ആർ റിക്വയർഡ്. 2 വ്യത്യസ്ത വോൾട്ടേജ് സോഴ്സുകൾ വേണ്ടതായിട്ടുണ്ട്. Imbalance between T1 and T2 results in considerable distortion. ട്രാൻസിസ്റ്റർ പാരാമീറ്ററുകളിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം ഡിസ്റ്റോർഷന് കാരണമാകും. ഇംപെഡൻസ് മാച്ചിങ് വിത്ത് RL ഈസ് നോട്ട് ഈസി. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസും ലോഡ് ഇംപെഡൻസും മാച്ചിങ് നടത്തുന്നത് എളുപ്പമാകില്ല. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് പുഷ്-പുൾ ആംപ്ലിഫയർ. പുഷ്-പുൾ ആംപ്ലിഫയറിന്റെ ഉപയോഗങ്ങളാണ്: RF സിസ്റ്റംസ്, ഓഡിയോ ആംപ്ലിഫിക്കേഷൻ ഓൺ TV, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ സ്വിച്ചിങ് ഡിസൈൻസ്, ഇൻ സിസ്റ്റംസ് പ്രിഫറിംഗ് ലോ കോസ്റ്റ് ആൻഡ് ലെസ് പവർ ഡിസിപ്പേഷൻ. ഹീറ്റ് സിങ്ക്സ്. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കളക്ടർ ബേസ് ജംഗ്ഷൻ വളരെ നിർണായകമായ ഒരു ഭാഗമാണ്. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്ത് രൂപപ്പെടുന്ന താപം ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനത്തെ കാര്യമായി സ്വാധീനിക്കപ്പെടുന്നതാണ്. പവർ ട്രാൻസിസ്റ്ററുകൾ വഴി കൂടുതൽ കറണ്ട് പ്രവാഹം ഉണ്ടാവുന്നത് കാരണം അതിന്റെ കളക്ടർ ജംഗ്ഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വളരെ കൂടുതലായിരിക്കും. ഇത് ട്രാൻസിസ്റ്ററിന്റെ പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി കുറയ്ക്കുന്നതും ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്ന പവർ കുറയാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ ട്രാൻസിസ്റ്റർ ജംഗ്ഷനിൽ നിന്നും താപം ചുറ്റുവട്ടത്തുള്ള ഭാഗത്തേക്ക് വ്യാപനം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ ഈ സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചേക്കും. ഈ സംവിധാനത്തെ ഹീറ്റ് സിങ്ക് എന്ന് പറയാം. In a transistor, the junction between collector and base is the critical region. When transistor conducts, heat will be dissipated in this region.
In case of power transistors, as it handles large current, a large amount of heat will be dissipated in the collector junction of the transistor. This will reduce the power dissipation, that is PD capacity of the transistor. It also reduces the output power available from power transistor. It is possible to avoid this situation if a device that can use rapid conduction of heat away from the junction is used. Such a device is called heat sink. ട്രാൻസിസ്റ്ററിന്റെ കേസിനോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ലോഹനിർമ്മിത കവചമാണ് ഹീറ്റ് സിങ്ക്. ഇത് ട്രാൻസിസ്റ്ററിൽ നിന്നും താപത്തെ പരമാവധി അളവിൽ വായുവിലേക്ക് വ്യാപനം ചെയ്യുന്നതിന് സഹായിക്കുന്നു. ട്രാൻസിസ്റ്ററിന്റെ സൈസും ഷേപ്പും ആസ്പദമാക്കി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിവിധ രൂപത്തിലുള്ള ഹീറ്റ് സിങ്കുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. A heat sink is a metallic heat conducting device placed in close contact with a transistor to dissipate the heat into the surrounding air as efficiently as possible. Based on the shape and size of the transistor, different types of heat sinks are using in power amplifiers as shown in figure. Power rating of transistors. ഒരു പവർ ട്രാൻസിസ്റ്ററിന്റെ ധർമ്മം ലോഡിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ജംഗ്ഷൻ ടെമ്പറേച്ചർ ഈ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. കളക്ടർ ടെമ്പറേച്ചർ വ്യാപനം ചെയ്യാതെ നിലനിൽക്കുമ്പോൾ അത് ടെമ്പറേച്ചർ വീണ്ടും വർദ്ധിക്കുന്നതിനും ഔട്ട്പുട്ട് പവർ കുറയുന്നതിനും കാരണമാകുന്നു. ഈ സ്ഥിതി തുടർന്ന് ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ ട്രാൻസിസ്റ്റർ നശിക്കുന്നതിനും കാരണമായേക്കാം. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ അറിവിലേക്കായി ട്രാൻസിസ്റ്റർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന പരമാവധി ജംഗ്ഷൻ ടെമ്പറേച്ചർ ട്രാൻസിസ്റ്റർ നിർമ്മിതാക്കൾ നിശ്ചയിച്ച് തീരുമാനിച്ച് ഡാറ്റ ഷീറ്റിൽ നൽകിയിട്ടുണ്ട്. സാധാരണയായി 25 ഡിഗ്രി സെന്റിഗ്രേഡ് ആംബിയന്റ് ടെമ്പറേച്ചർ നിശ്ചയിച്ചാണ് ഡാറ്റ ഷീറ്റിൽ പവർ റേറ്റിംഗ് നൽകാറുള്ളത്. The use of power transistor are to deliver power to the load. The temperature at the collector junction of the transistors places a limit on the power dissipation PD allowable for a transistor. If the heat at the junction is not carried away, the temperature at the junction rises and above a certain maximum temperature, transistors gets destroyed. This maximum junction temperature is determined by the manufacturer and is specified in the data sheet. Data sheet usually gives the power rating at an ambient temperature of 25 degrees centigrade. If the ambient temperature is higher than 25 degrees centigrade, the power rating will get reduced. ഒരു നിശ്ചിത ആംബിയന്റ് ടെമ്പറേച്ചറിലുള്ള പവർ റേറ്റിംഗ് അറിയുന്നതിന് ഡാറ്റ ഷീറ്റിൽ നൽകിയിരിക്കുന്ന പവർ റേറ്റിംഗ് കർവ് റെഫർ ചെയ്യാവുന്നതാണ്. ഇതിനെ ഡി റേറ്റിംഗ് കർവ് എന്നും പറയാവുന്നതാണ്. ഒരു സാധാരണ ട്രാൻസിസ്റ്ററിന്റെ പവർ റേറ്റിംഗ് കർവാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആംബിയന്റ് ടെമ്പറേച്ചർ കൂടുന്തോറും പവർ റേറ്റിംഗ് കുറയുന്നതായിട്ട് ഗ്രാഫിൽ നിന്നും നിരീക്ഷിക്കാവുന്നതാണ്. To find power rating of an ambient temperature different from 25 degrees centigrade, we can make use of power rating curve, which is provided in data sheet. This curve is also known as derating curve. Figure above shows such a curve for a particular transistor. It is seen from the curve that the power rating decreases due to the rise in temperature.
ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.